അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവ് പോയിട്ട് പിന്നെ പോയത് വയലപ്പുറ ഫ്ലോട്ടിംഗ് പാർക്കിലേക്കാട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അകത്തേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പാലത്ത് കയറിയപ്പോൾ നല്ല രസമായിരുന്നു. കാരണം മുകളിൽ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടതുകൊണ്ട് അങ്ങനെ ചൂടും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അപ്പുറം ഇപ്പുറമുള്ള കാറ്റും കായലിൻ്റെ നടുക്കൂടിയാണല്ലോ പോകുന്നത്. അപ്പോൾ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഫിഷിനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ജെല്ലി ഫിഷ് എന്നങ്ങനെ ആണെന്ന് തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല. കാണാൻ നല്ല ഭംഗിയായിരുന്നു, കുടയൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ പോകുന്ന പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതും നോക്കി നിന്നു. ഈ ഒരു പാലം ഉണ്ടാക്കിയിരിക്കുന്നത് തെങ്ങിൻ്റെ തടി കൊണ്ടാട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്, ഇങ്ങനെ അടുത്തടുത്ത് അത് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ചിലതൊക്കെ ഇതിൻ്റെ ഇടയിലോട്ട് നോക്കുമ്പോൾ ദ്രവിച്ചു പോയ പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറേ അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് അത്ര പേടിക്കാനൊന്നുമില്ല. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് പിന്നെ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം പെട്ടെന്ന് നിന്ന് പോയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം അപ്പുറത്തോട്ട് പോയി. പിന്നെ ഇവിടെ ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബോട്ടും ഉണ്ട്, അതുപോലെ വലിയ ബോട്ടും ഉണ്ട്. ചെറുത് ഫാമിലിക്ക് മാത്രം പോകാൻ പറ്റുന്ന വിധത്തിലും പിന്നെ കുറച്ച് ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് പോകാൻ വേണ്ടിയിട്ട് വലിയ ബോട്ട്, അങ്ങനെ രണ്ട് വിധത്തിൽ ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഗെയിം സോണിലേക്ക് കയറി. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഓരോന്നിലും കയറുമ്പോൾ ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലൊന്നും കയറാനൊന്നും പറ്റിയില്ല. കുഞ്ഞുമോൾക്ക് ഇത് നല്ല ഇഷ്ടമായി തോന്നുന്നു. അവരൊരു കോയിൻ തരും കേട്ടോ ചെയ്യാം. അപ്പോൾ ആ കോയിന് ഇതിലിട്ടിട്ടാണ് ഇത് വർക്കാവുന്നത്. അങ്ങനെ കുറച്ച് നേരം കുഞ്ഞുമോളും കുഞ്ഞിപ്പെണ്ണും കൂടെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിച്ചു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് അപ്പുറത്തേക്ക് പോയി. ഞങ്ങളിതിന് മുന്നേ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊന്നു സ്കൂളിൽ 3-ലോ 4-ലോ പഠിക്കുന്ന ഒരു സമയത്താട്ടോ വന്നത്. സ്കൂളിൽ നിന്ന് ടൂർ വന്നതായിരുന്നു. അന്ന് രാവിലെ വന്നതുകൊണ്ട് തന്നെ വെയിലൊന്നും അത്രയൊന്നും വെയിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നല്ല വെയിലുള്ള സമയത്താട്ടോ ഞങ്ങളിവിടെ എത്തിയത്. അങ്ങനെ കുറച്ച് നേരം നടന്ന് കഴിഞ്ഞപ്പോൾ അമ്മ കാല് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇരിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുട്ടികളെ ഈ ഒരു റൈഡിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് കയറിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങ് കയറാൻ പറ്റില്ല. കുട്ടികളുടെ കൂടെ 1-2 ആൾക്കാർക്ക് മാത്രമേ കയറാൻ പാടുള്ളായിരുന്നു. പിന്നെ കുറേ കുട്ടികളുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പേര് അങ്ങോട്ടേക്ക് കയറി. പിന്നെ ഈ ഒരു പച്ച വിരിച്ചിട്ടുണ്ടെങ്കിലും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ചെരുപ്പിടാതെ വേണം കയറാനായിട്ടിരുന്നത്. പക്ഷേ ചെരുപ്പിടാതെ അതിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെരുപ്പിട്ടു കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടതിന് ശേഷം തന്നെയാണ് അകത്ത് കയറിയത്. പിന്നെ കുഞ്ഞുമോൾക്ക് ഇതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഈ ഒരു സ്ഥലത്ത് തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറിയത്. സത്യം പറഞ്ഞാൽ വെയിൽ മാത്രമാണ് കേട്ടോ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. വെയിൽ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പിന്നെ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് വരുമ്പം കുറച്ച് വെയിലൊക്കെ ഒരു വൈകുന്നേരം ആകുന്ന സമയത്ത് വേണം കേട്ടോ വരാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചതിന് ശേഷം നമ്മൾ പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം തിരിച്ച് പോകാനിരിക്കുക കേട്ടോ. ഞങ്ങൾ പോകാൻ നേരത്ത് കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. നമ്മൾ വന്ന ആ സമയത്ത് അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് പോകുന്ന സമയത്ത് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഹോട്ടലിലേക്കാട്ടോ നേരെ പോയത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി. പിന്നെ എല്ലാവരും ബിരിയാണി ആട്ടോ കഴിച്ചത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.